നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അങ്ങനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ലോകത്യാഗമാനം ആശങ്കയിലാഴ്ത്തി ഒരു വാർത്ത പുറത്തുവന്നത്. US കാനഡ അതിർത്തിയിൽ പിഞ്ചു കുഞ്ഞടക്കം 4 ഇന്ത്യക്കാർ തണുത്തു മരിച്ചതായി റിപ്പോർട്ട് ഈ മാസം 22-നാണ് വന്നത്. ഏവരെയുമേറെ നൊമ്പരപ്പെടുത്തിയ കാഴ്ചയായിരുന്നു അത്. ഇപ്പോഴാ US കാനഡ അതിർത്തിക്ക് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയ ഇന്ത്യൻ കുടുംബത്തെ തിരിച്ചറിഞ്ഞു. ജഗദീഷ് ബൽദേവ് ഭായ് പട്ടേൽ, ഭാര്യ വൈശാലി ബെൻ ജഗദീഷ് കുമാർ പട്ടേൽ, മക്കളായ വിഹാംഗി, ധാർമിക് എന്നിവരാണ് മരണപ്പെട്ടതെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഗുജറാത്തിലെ ഗാന്ധിനഗർ സ്വദേശികളാണിവർ. ജനുവരി 19-ന് US കാനഡ അതിർത്തിയിൽ നിന്ന് 12 മീറ്റർ മാത്രം അകലെയുള്ള മോണിറ്റോബയിൽ മരിച്ച നിലയിൽ ഇവരെ കണ്ടെത്തിയത്. ജനുവരി 26-നായിരുന്നു ഇവരുടെ മൃതദേഹ പരിശോധന പൂർത്തിയായത്. കഠിനമായ ശൈത്യത്തെ തുടർന്ന് ഇവർ തണുത്തു മരവിച്ച് മരണപ്പെട്ടതാണെന്നാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. കുടുംബത്തിന്റെ ദാരുണമായ മരണവിവരം ഗുജറാത്തിലെ കുടുംബാംഗങ്ങളെ അറിയിച്ചിട്ടുണ്ടെന്നും മൃതദേഹം ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിനുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കി വരികയാണെന്നും കാനഡയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നുവെന്നും എല്ലാവിധ സഹായങ്ങളും കുടുംബത്തിന് ഉറപ്പുവരുത്തുമെന്നും വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. 2 ആഴ്ച മുമ്പാണ് സന്ദർശക വിസയിൽ കുടുംബം കാനഡയിലേക്ക് എത്തിയതെന്ന് അധികൃതർ പറഞ്ഞു. ഇവരെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയതിന് സമീപത്തൊന്നും വാഹനങ്ങളൊന്നും കണ്ടെത്തിയിരുന്നില്ല. ഇവരെ മനുഷ്യക്കടത്ത് സംഘം മറ്റേതോ വാഹനത്തിൽ അതിർത്തിക്ക് സമീപം ഇറക്കിവിട്ടതാകാമെന്നാണ് കരുതുന്നത്. ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുകയാണെന്നും പോലീസ് വ്യക്തമാക്കി. ജനുവരി 19-ന് റോയൽ കനേഡിയൻ മൗണ്ട് പോലീസ് കാനഡയിലെ എമേഴ്സൺ നഗരത്തിന് സമീപം തണുത്തു മരവിച്ച് മരിച്ച നിലയിൽ 4 മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു. അന്ന് തന്നെയാണ് രേഖകളില്ലാത്ത 2 ഇന്ത്യൻ പൗരന്മാരെ തന്റെ വാഹനത്തിൽ അനധികൃതമായി കടത്താൻ ശ്രമിച്ചതിന് അമേരിക്കക്കാരനായ സ്റ്റീവ് ഷാൻഡ് എന്നയാളെ എൻഫോഴ്സ്മെന്റ് ഏജൻസികൾ അറസ്റ്റ് ചെയ്തതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. നുഴഞ്ഞു കയറാൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ച് രേഖകളില്ലാത്ത 5 ഇന്ത്യൻ പൗരന്മാരെ കൂടി US പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഈ 7 പേരും മരിച്ച നിലയിൽ കണ്ടെത്തിയ 4 പേരും ഒരേ സംഘത്തിൽപ്പെട്ടവരാണെന്നാണ് പോലീസ് നിഗമനം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.